കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പരിപ്പും പച്ചക്കറിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായോ ഏതോ ഉണ്ടാക്കാൻ പോകുന്നതിന്? ഒരു സ്പെഷ്യലുണ്ടേ, തുടങ്ങിയാലോ? ഇന്ന് നമ്മൾ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യം കുതിർത്ത പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നല്ലതുപോലെ കഴുകി 10 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ എടുത്തേക്കുന്നത് കുതിർത്ത പരിപ്പാണേ. അതിന് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. പരിപ്പ് ഒരു തിള വന്നതിന് ശേഷം ചെറിയ ഉള്ളി, അമരയ്ക്ക, ക്യാരറ്റ്, പടവലങ്ങ, മത്തങ്ങ, മുരിങ്ങയ്ക്ക, ഏത്തയ്ക്ക, കുമ്പളങ്ങ, 4 പച്ചമുളക്, 1 തക്കാളി, കരിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ യോജിച്ച് കൊടുത്ത് വേവിക്കാൻ വയ്ക്കാം. പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പിൻ്റെ ആവശ്യത്തിന് അരമുറി തേങ്ങ ചിരകിയതും 3 ചെറിയ ഉള്ളി, കുറച്ച് കരിവേപ്പില, 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് വഴറ്റി കൊടുക്കാം. വഴറ്റുന്ന സമയത്ത് കരിയാതെ നോക്കണേ, കരിഞ്ഞു കഴിഞ്ഞാൽ രുചി വ്യത്യാസം വരും. തേങ്ങ നിറം മാറിക്കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ട് അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കായപ്പൊടിക്ക് പകരം കായം ചേർത്താലും മതിയാവും. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ വഴറ്റണേ. തണുത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സി ജാറിൽ അരച്ചെടുക്കാം. പരിപ്പും പച്ചക്കറിയും വെന്ത് വന്നതിന് ശേഷം അതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിൽ വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ യോജിച്ച് കൊടുക്കാം. യോജിക്കുമ്പോൾ പച്ചക്കറികൾ ഉടയാൻ പാടില്ല. ശകലം പുളിവെള്ളവും കൂടെ ചേർത്ത് ഒരു തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ തയ്യാറായി. അതിനുശേഷം ഒരു കടുവറയും കൊടുക്കാം. വറവിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക്, കരിവേപ്പില, ചെറിയ ഉള്ളിയും ചേർത്ത് വഴറ്റി കൊടുക്കാം. മുരിഞ്ഞതിന് ശേഷം സാമ്പാറിൽ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.